ഇത് മാറ്റി വയ്ക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വേസ്റ്റ് പ്ലാസ്റ്റിക് നമ്മൾ നല്ല പ്ലാസ്റ്റിക് വാങ്ങിക്കുന്നത്. നല്ല പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കേണ്ട ചാക്കത്തെ നല്ല പ്ലാസ്റ്റിക്. നല്ല പ്ലാസ്റ്റിക്കാണ് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ച് അടിച്ച് കഴിയുമ്പോൾ സെക്കൻഡ് നമ്മൾ മാറ്റി. നമുക്ക് വേണ്ട, നമ്മൾ മാറ്റി വെച്ചില്ല. ഫസ്റ്റ് ഫസ്കോട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ സെക്കൻഡ് എടുക്കുക. ഈ അടിച്ചൊന്നും ഇതെല്ലാം സെക്കൻഡായി മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി. നമുക്ക് വേണ്ട, അതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ചേക്കും. എല്ലാം തൂക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആർക്കെല്ലാം വരുമ്പോൾ കൊടുക്കുക. ഇത് എന്തിനുള്ള സംഭവം? ഓരോ പാർട്സ് പാർട്സ് സാധനത്തിൻ്റെ നമ്മൾ ഈ പിന്നെ ടാങ്ക് കഴുകുന്ന അല്ലേ? പാർട്സാണ് ഉണ്ടാക്കി. ഓരോ ഡയ്യലും ഓരോ ശരി ശരി. ഓരോന്നിനും ഓരോ ഡയ്യ. സെക്കൻഡാണ് വാങ്ങിച്ചേ. ഫസ്റ്റ് കമ്പനിയിൽ നേരിട്ട് വാങ്ങാൻ എടുക്കുന്ന ആളുകൾ നമ്മൾ റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിനെപ്പറ്റി വിശദമായിട്ടുള്ള സംഭവത്തെ കാര്യങ്ങളെല്ലാം ടാങ്ക് കഴുകുന്നത് അത് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം ചേട്ടൻ പറഞ്ഞായിരുന്നു. പുറത്തുനിന്ന് ഒരു കേസ് ടാങ്ക് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഇതും കൂടെ ആഡ് ചെയ്ത് വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു പാർട്ട്, ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ഒരു പാർട്ട്, ഇതെല്ലാം കൂടെ വെച്ചോണ്ടൊരു റീല്. ഇതിപ്പോൾ നിങ്ങൾ അത് കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ? അതിൻ്റെ ഓരോ പാർട്സുകളല്ലേ? ഓരോ മോൾഡ് പാർട്സുകൾ. പിന്നെ അതെല്ലാം കൂടെ അത് പിന്നെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിലോട്ട് നമ്മൾ ഇതെല്ലാം കയറ്റി ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. എല്ലാം അസംബിൾ ചെയ്ത് കയറ്റുക. ഇതെല്ലാം അതിൻ്റെ ഓരോ പാർട്ടുകളാണ്. അപ്പോൾ ഒരു ടാങ്ക് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം എത്ര സമയം പിടിക്കും? ഇത് സമയം പിടിക്കാന്ന് വെച്ചാൽ അതായത് അടിത്തട്ടി കിടക്കുന്ന ചെളിയുടെ ഇതുപോലെ കനം പോലെ അത് ഒരുപാട് നിറഞ്ഞ് നടപ്പുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരു അംശം വെള്ളം ഇത്ര വേണം. ഒരു 3/4 ഭാഗം വെള്ളം വേണം. 3/4 ഭാഗം വെള്ളത്തിൽ കൂടെയാണ് ഈ മൊത്തം ചെളി മൊത്തം വലിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ചെളി ഫുള്ള് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം മിച്ചം വന്നാലും നമുക്ക് ആ വെള്ളം ക്ലീനായിട്ട് എടുക്കാം. ആ ചെളി മാത്രം സക്ക് ചെയ്ത് അങ്ങനെ ബാക്കി വരുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ചെളി മാത്രം പോയി കഴിഞ്ഞാൽ ആ ബ്രഷ് ആ ചെളിയിലോട്ടാണ് അടി നിൽക്കുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ചെളി മൊത്തം ഇങ്ങനെ വലിച്ച് ട്യൂബിൻ്റെ അകത്ത് വെള്ളത്തിൽ കൂടെ ഈ ചെളി വെള്ളമായിട്ട് പുറത്തോട്ട് പോകും. അതിനത്ര ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് എത്ര രൂപ? അത് പല രീതിയിലുണ്ട്. ഒന്ന് ഇവിടെ വന്ന് നമുക്ക് മേടിക്കാം, പിന്നെ ഒന്ന് ഇവിടെ ചെന്ന് ഡെമോ ആണ്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മാറി മറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഈ വെള്ളം സക്ക് ചെയ്ത് കയറുന്നതിനകത്ത് പ്രശ്നം വരും. ഇതിനകത്ത് വാഷറൊക്കെ ഉണ്ട്, റബ്ബർ വാഷറൊക്കെ ഇടുന്ന തിരിഞ്ഞും മറിഞ്ഞും പോയി കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ ചില ഇതിൻ്റെ വീഡിയോ ഉണ്ട്, യൂട്യൂബ് വീഡിയോ ഉണ്ട്. പക്ഷേ ഇത് ചില ആൾക്കാർ ഇത് അസംബിൾ ചെയ്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പം മാറി മറിഞ്ഞു. അപ്പോഴാണ് ചിലർ കംപ്ലൈൻ്റ് ആയിട്ട് വിളിച്ച് പറയുന്നത് നമുക്കിത് വർക്കാവുന്നത്. അപ്പോൾ ഇവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പം വല്ല വാഷറോ വല്ല ഇട്ടിരിക്കുന്ന ട്യൂബിൻ്റെ വ്യത്യാസം വന്ന് കാണും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കുന്നവരുണ്ടോ അല്ലേ? ഇവിടെ വന്ന് മേടിക്കുന്നത് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഭാഗത്തുള്ള അല്ലാതെ നിങ്ങൾ തന്നെ ചെന്ന് ചെയ്ത് ക്ലീൻ ചെയ്യും? അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും? നമ്മൾ ഒന്ന് ഒരു ഡെമോ കാണിക്കും. ഇപ്പം ക്ലീൻ ആവാതെ കിടക്കുന്ന ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ടാങ്കിൽ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇൻസേർട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അവരെ കാണിക്കും. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ ആ ഓസിൻ്റെ മേളിൽ വരെ കയറി വരണം, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കും.
ഇതിന് എന്നാ വിലയാണ് സാധനത്തിന്? ഇത് സാധനത്തിന് 1600 രൂപ. ഇപ്പം എങ്ങനെയാണ് റേറ്റ് മാറിയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഒന്ന് മേടിക്കുവാണെങ്കിൽ ആ സാധനം നിങ്ങൾ അതിട്ട് കൈകാര്യം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അത് വാഷ് ചെയ്യേണ്ടത് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ.